പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കൾ എല്ലാവരെയും അവിടെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ. സ്വർഗത്തിന്റെ വലിയ സഹായം എനിക്ക് നൽകണമേ. ഈ മാസത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ നിത്യമായ അടിസ്ഥാന സത്യങ്ങളിൽ ഉറപ്പിക്കാൻ അവരുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, മക്കളെ എല്ലാം അവിടുന്ന് കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം കർത്താവേ, ആത്മരക്ഷയെ കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും പരിശുദ്ധാത്മ അഭിഷേകത്താല് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ ദിവസത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയ വിഷയം ആത്മരക്ഷയെ കുറിച്ചാണ്. ആത്മരക്ഷ, രക്ഷ. അനേകം മക്കള് രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പാഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്റെ അച്ഛോ, ഒരു ജോലി കിട്ടിയ രക്ഷപ്പെട്ടു, വിദേശത്തുനിന്ന് പോയാൽ മതി അച്ഛാ, രക്ഷപ്പെട്ടു. OET ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി, രക്ഷപ്പെട്ടു. മക്കളുണ്ടായ രക്ഷപ്പെട്ടു. ഇങ്ങനെ പലതും പല കാര്യങ്ങളും PR കിട്ടിയ രക്ഷപ്പെട്ടു. എന്നെ പ്രിയപ്പെട്ടവർ മക്കളെ, ഇന്ന് പലരും രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ടു അച്ചോ എന്നൊക്കെ പറയുന്നു വരുന്നു. എന്നാൽ സത്യം പറഞ്ഞ ഇതൊക്കെ രക്ഷയാണ്. ഇങ്ങനെ പോയവരുടെ സംഭവങ്ങൾ ഞാൻ ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. PR കിട്ടിപ്പോയി, കല്യാണം കഴിഞ്ഞു പോയി, OET പാസ്സായി പോയി, വിദേശത്ത് പോയി, ജോലി കിട്ടി, എന്നിട്ട് രക്ഷപ്പെടാതെ പോയ അനേകം മക്കളുടെ സംഭവം. എന്റെ മക്കളെ, ഇതൊന്നും രക്ഷയല്ല. ഇതൊക്കെ നൈമിഷികമായ ചില നേട്ടങ്ങള്, ദൈവാനുഗ്രഹങ്ങള്, അത് രക്ഷയൊന്നുമില്ല. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തില് 16-ാം അധ്യായത്തിൽ 26-ാമത്തെ വചനത്തില് ഈശോ പറയുന്നുണ്ട്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവ് രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു, ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? നിന്റെ ആത്മാവിന് പകരം നീ എന്ത് കൊടുക്കും? എന്റെ മക്കളെ, നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ആത്മരക്ഷയാണ്. ഈ ലോകത്തിൽ നമ്മൾ കുറച്ചു നാൾ ജീവിക്കും, അത് നമ്മൾ ഈ ദിവസങ്ങളിൽ കാണും. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിത്യജീവിതമുണ്ട്. അതുകൊണ്ട് ആ ആത്മാവ് നശിച്ചാലോ? അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കണം. ഇതറിയണമെങ്കിൽ ഒരു ആത്മാവിന് ദൈവം കൊടുക്കുന്ന വില അറിയാം. ദൈവം കൊടുക്കുന്ന വില. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വചനം വായിക്കുന്നുണ്ട്, അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്റെ ഏകജാതനെ നൽകി. ഇതിന് ജോലി കിട്ടാൻ വേണ്ടിയല്ല, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയില്ല. ഏകജാതനെ ഈശോ തന്നത്, ഈശോയെ തന്നത്, പിതാവ് തന്നത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാക്കി മാറ്റിക്കൊണ്ട് പാപത്തെ നീക്കി ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി ആത്മരക്ഷയ്ക്ക് വേണ്ടി ഈശോ വന്ന് പാപത്തിലൂടെ നശിച്ചുപോയ ലോകത്തെ തന്റെ രക്തം ചിന്തി പരിഹാര ബലിയർപ്പിച്ച് പാപത്തിന്റെ പിടിയിൽ നിന്ന്, ശാപത്തിന്റെ പിടിയിൽ നിന്ന്, മരണത്തിന്റെ പിടിയിൽ നിന്ന്, സാത്താന്റെ പിടിയിൽ നിന്നൊക്കെ മോചിപ്പിച്ച് അവന്റെ കടങ്ങളൊക്കെ വീട്ടി അവനെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയാണ് ഈ ഏകജാതനെ തന്നത്. അപ്പോ എന്താണ് ഒരാത്മാവിന്റെ വില? യേശുവിന്റെ ജീവന്റെ വിലയുണ്ട്, കർത്താവിന്റെ രക്തത്തിന്റെ വിലയുണ്ട്, കർത്താവിന്റെ കുരിശുമരത്തിന്റെ വിലയുണ്ട്. ഒരാത്മാവിനെ ദൈവം അതുപോലെ വിലമതിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ആത്മാവിനെ എന്ത് വിലമതിക്കുന്നുണ്ട്? ഈ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ശരീരത്തിന് വേണ്ടി കുറെ കാര്യം ചെയ്യുന്നുണ്ട്. ചില പിള്ളേർ ഇന്ന് പെൺകുട്ടികളൊക്കെ കയ്യില് ലിപ്സ്റ്റിക്ക്, മറ്റേ
ലിപ് ബാം, പിന്നെ ഫൗണ്ടേഷൻ, പിന്നെ അത് ഇത് മേക്കപ്പുകൾ, എന്തെല്ലാം കാര്യം ചെയ്യുന്ന ശരീരത്തെ ബലപ്പെടുത്താൻ വേണ്ടി. ഞാൻ പറയുന്നത് അറിയാലോ. എന്നാൽ ആത്മാവിന് വേണ്ടി ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരം ഒന്നും ഉപകരിക്കുന്ന, ആത്മാവാണ് ജീവൻ തരുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന വചനം പറഞ്ഞു. എന്നാൽ ഈ ശരീരത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതോ ഈശോ പറഞ്ഞ എല്ലാം നേടി, ലോകം മുഴുവൻ നേടി, ആത്മാവ് വെച്ചാൽ എന്ത് പ്രയോജനം? ആത്മാവിന് പകരം നീ എന്ത് കൊടുക്കും? പ്രിയപ്പെട്ട മക്കളെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ശരിക്കും അധ്വാനിക്കണം, കഷ്ടപ്പെടണം. അതുകൊണ്ട് ഈശോ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തില് 3 ഉപമകൾ നമുക്കറിയാം. നഷ്ടപ്പെട്ടു പോയ ആട്, നഷ്ടപ്പെട്ടു പോയ നാണയം, നഷ്ടപ്പെട്ടു പോയ മകൻ, ധൂർത്തപുത്രൻ. ഈ 3 മേഖലകളിലും ഈശോ പറഞ്ഞത്, നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടി പോകുന്ന നല്ല ഇടയൻ, നഷ്ടപ്പെട്ടു പോയ നാണയത്തെ അടിച്ച് വാരി അന്വേഷിച്ച് കണ്ടെത്തുന്ന സ്ത്രീ, നഷ്ടപ്പെട്ടു പോയ മകനു വേണ്ടി കാത്തിരിക്കുന്ന ഒരപ്പൻ, അവൻ തിരിച്ചു വരുമ്പോ അവനെ സ്വീകരിക്കുന്ന, ആഘോഷിക്കുന്ന, അത് ഉത്സവമാക്കി മാറ്റുന്ന ഒരപ്പന്റെ വലിയ സംഭവം. ഇവിടെയൊക്കെ ഈശോ പറഞ്ഞത് ആത്മാവിന്റെ വിലയെ കുറിച്ചാണ്. ആത്മാവിന്റെ വിലയുണ്ട്. ഈ ആത്മാവിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കണം. ഇന്ന് ഞാൻ പറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അതിനോട് പറയട്ടെ, ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സഭയില്, നമ്മുടെ ഇടവക ദേവാലയങ്ങളില്, നമ്മുടെ കൺവെൻഷനുകളില്, നമ്മുടെ പല പല ആത്മീയ പ്രസ്ഥാനങ്ങളില് നമ്മൾ ഇത് ചെയ്യുന്നു. ശുശ്രൂഷ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി കുറെ കാര്യം, വിദ്യാഭ്യാസം, ആതുര സേവനം, ഇതൊക്കെ വേണം. പക്ഷെ അതിനേക്കാൾ ഏറെ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആത്മരക്ഷയാണ്. ആത്മാക്കളുടെ രക്ഷ, അതിനെ പ്രഘോഷിക്കണം. ഇന്ന് നമ്മൾ ഈ വിദേശത്ത് പോകാനുള്ള കുറെ കാര്യങ്ങൾ വന്നപ്പോ, സത്യം പറഞ്ഞ നമ്മുടെ സഭയും നമ്മുടെ സന്യാസി സഭകളും ചെയ്ത വലിയ പൈശാചികമായ ക്രൂരമായ പ്രവൃത്തി, ലാംഗ്വേജ് കോഴ്സ് തുടങ്ങി. കുറെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഇത് രക്ഷപ്പെടുത്താനാ. എന്റെ പ്രിയ, സത്യം പറഞ്ഞ ഈ ചെയ്തത് ഏറ്റവും വലിയ പൈശാചികമായ ക്രൂരമായ പ്രവൃത്തിയാണ്. നമ്മുടെ മക്കളെ ഈ നാട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ഇടവകയിൽ നിന്ന് പറിച്ചു കളഞ്ഞില്ലേ? ആരോടാ പറയാ? ആ വഴിക്ക് ചിന്തിച്ചു നോക്കി. ഇവിടെ നമുക്ക് പ്രസ്ഥാനങ്ങളുണ്ട്, ഇവിടെ ഇവിടെ ജോലിയുണ്ട്. വക്കീലുമാര്, പോലീസുകാര്, ഒത്തിരിയേറെ ഡിപ്പാർട്ട്മെന്റുകളില്, ടീച്ചേഴ്സ്, ഇവിടെയൊക്കെ ഒത്തിരിയുണ്ട്. കാശുണ്ടാക്കാൻ വേണ്ടി, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പറപ്പിച്ചു വിട്ടു. നീ അവിടെ ചെന്നിട്ട് നരയിക്കണ പിള്ളേരുടെ കഥകള് മക്കളുടെ പ്രാർത്ഥനയിൽ ഇഷ്ടം പോലെ പേര് പറയാറുണ്ട്. ഇഷ്ടം പോലെ പേര്. സത്യം പറഞ്ഞ ജ്ഞാനമില്ലാത്ത ഒരു വർഗമായിട്ട് മാറിപ്പോയി നമ്മളൊക്കെ. ആത്മരക്ഷയെ കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി അധ്വാനിച്ച് അതിനുവേണ്ടി ചെയ്താൽ ഇവിടെ ബാക്കിയെല്ലാം ഈശോ പറഞ്ഞില്ലേ, നീ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കും, ബാക്കിയൊക്കെ നൽകപ്പെടും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞ അനുഭവം ഞാൻ പറയാൻ പാടില്ല എന്നാലും പറയാണ്. വക്കീലുമാരെ എൻറോൾ ചെയ്യുന്ന സമയത്ത് മിക്കവാറും മറ്റൊരു സമുദായത്തിൽപ്പെട്ട മക്കള് നിറയപ്പെട്ടിരിക്കുക. ഒത്തിരിയേറെ വക്കീലുമാര്, പോലീസ് ഓഫീസേഴ്സ്, ടീച്ചേഴ്സ്, മറ്റുള്ള ഓഫീസേഴ്സ്, കളക്ടേഴ്സ്, ഇവിടെ ഡോക്ടർമാര്, നഴ്സുമാര്. കുറച്ച് പൈസ കുറവുണ്ട്, അതൊക്കെ കൂട്ടിയെടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച് കുറെയൊക്കെ നടക്കും. എന്റെ പ്രിയ, ഇതൊന്നും ഇവിടെ ചെയ്യാണ്ട് ഈ മക്കളെ നശിപ്പിക്കാൻ വേണ്ടി, ഈ മക്കളുടെ ആത്മരക്ഷയെ കുറിച്ച് ചിന്തയുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു സത്യമായിട്ടും ഈ ഒരു കർമ്മം സഭ ഏറ്റെടുത്ത് നേതൃത്വം കൊടുക്കുമായിരുന്നില്ല. രക്ഷപ്പെടുന്ന വഴികളൊക്കെ തെറ്റിപ്പോയി മക്കളെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, ആത്മരക്ഷ, ആത്മരക്ഷ, അതിനുവേണ്ടി പ്രാധാന്യം കൊടുത്തോ. നമ്മുടെ മക്കള് ഇവിടെ നിന്ന്, ഇവിടെ നമ്മുടെ കേരളത്തില് എന്തിന്റെ കുറവ്? കുറെ സിസ്റ്റംസ് ഒക്കെ മാറണം. അത് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ മക്കളെ ഉയർത്തണമെന്ന് നേതൃത്വ നിരയിലേക്ക്, ഉദ്യോഗസ്ഥ മേഖലയിലേക്ക്, പല പല പ്രസ്ഥാനങ്ങളിലേക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് വിശുദ്ധിയുള്ള, കൃപയുള്ള, ദൈവിക ജ്ഞാനമുള്ള, അഭിഷേകമുള്ളവരെ വളർത്തിയെടുക്കാൻ നമുക്ക് എന്തേ സ്കൂളുകളിലെ, പ്രസ്ഥാനങ്ങളിലെ, ഇടവകളിലെ, സിസ്റ്റംസിലെ, രൂപതയിലെ, പിതാക്കന്മാരിലെ, വൈദികരിലെ, സന്യസ്തരിലെ. വേദന കൊണ്ട് വീണ്ടും വീണ്ടും എന്തൊക്കെയോ പറഞ്ഞു പോവാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഒത്തിരി തെറ്റുകൾ നമുക്ക് പറ്റി. ആത്മരക്ഷയ്ക്ക് പകരം ഈ ലോകത്തിന്റെ നേട്ടങ്ങളും ഒത്തിരിയേറെ സ്വൽക്കൂട്ടലുകൾക്കൊക്കെ വേണ്ടി
മക്കളെയൊക്കെ ചിതറിച്ച് കളിച്ചു. ഞാനിന്ന് അങ്ങനെ കാണുന്നതാണ്, ചിതറിച്ച് കളിച്ചു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ചിതറിച്ച് കളിച്ചു. ഈ ഒരു തലത്തിൽ വന്നുപോയ വീഴ്ചകളേറെ. നമുക്ക് ആത്മരക്ഷയിലേക്ക് വരാം. അതിനുവേണ്ടി പ്രാധാന്യം കൊടുക്കുക. അതിന് പ്രാധാന്യം കൊടുത്താൽ ബാക്കിയെല്ലാം അതോടൊപ്പം കൂട്ടിച്ചേർത്ത് നൽകപ്പെടുമെന്നുള്ള കർത്താവിന്റെ വാഗ്ദാനം എന്ന് പരിശോധിച്ച് നോക്കിയേ. നിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നിന്റെ മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്തിട്ട്? ബാക്കിയെല്ലാം വിദ്യാഭ്യാസം കൊടുത്തു, സൗകര്യങ്ങൾ കൊടുത്തു, ലോൺ എടുത്ത് കയറ്റിവിട്ടു, ഒക്കെ ചിന്തിക്കുന്നുണ്ടാ. ഇവിടെ ചില കോഴ്സുകൾ തുടങ്ങിയിട്ട് ഞാൻ പറയണില്ല, പൈസ മേടിക്കും, ആയിട്ട് എക്സാം എഴുതി, പിന്നെ അവർ ഒറ്റയ്ക്ക് എടുത്ത് ഏജൻസികൾ കണ്ടെഴുതിക്കൊള്ളണം. ആരും ജയിക്കണമെന്നില്ല, വളരെ ചുരുക്കം പേര് ജയിക്കുന്നു. നാല് ഇതൊക്കെ എഴുതിച്ചു, ബിറ്റു എഴുതിച്ചു, പരീക്ഷ എഴുതിച്ചു, ഒരെണ്ണം ജയിച്ചു, ബാക്കി മൂന്നെണ്ണം കിട്ടിയില്ല. പല മക്കളും പിന്നെ എഴുതിക്കൊണ്ട് നടക്കാണ് പിള്ളേര്. അവിടെ ബാംഗ്ലൂര്, ബോംബെ, ഡൽഹി, ശ്രീലങ്ക വരെ പോയി എഴുതി തോറ്റുന്ന പിള്ളേരുണ്ട്. വേറെ ലോകത്തേക്ക് പിള്ളേരെ അങ്ങോട്ട് നശിപ്പിച്ച് കളിച്ചു. പിന്നെ നിരാശ, കടബാധ്യത, ലോണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും മക്കളും പറ്റിയ ദുരന്തം. എന്തിനൊക്കെയോ വേണ്ടി അടിസ്ഥാനപരമായ ആത്മരക്ഷയെ വിസ്മരിച്ചുകൊണ്ട് എന്തിനൊക്കെയോ വേണ്ടി പിള്ളേരെ ഇറക്കി വിട്ടു, അങ്ങോട്ട് അഴിച്ചുവിട്ടു. അതിനെ നാശം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഈ ലോകത്തിൽ എവിടെ പോയാലും കൂടി വന്ന കുറച്ചാണ് ജീവിക്കുക. നമ്മൾ നാളെ കാണുന്ന ദിവസങ്ങളായി ശ്രമിച്ചു. ഈ മാസത്തില് പരിശോധിക്കാം. കർത്താവിലേക്ക് തിരിച്ചു വരാം. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മക്കളുടെയും നമ്മുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ അല്പസമയം ആരാധന. ഇത് സങ്കടങ്ങളാട്ടോ മക്കളെ പറയണം, ആരും കുറ്റപ്പെടുന്നല്ല. കാണുന്ന സത്യങ്ങളും സങ്കടങ്ങളും പ്രാർത്ഥിക്കാൻ വേണ്ടി പറയണതാണ്. കർത്താവ് ജ്ഞാനം കൊടുക്കട്ടെ എല്ലാവരും. കർത്താവ് സത്യത്തിലേക്ക് അടുപ്പിക്കട്ടെ. യഥാർത്ഥമായ ലക്ഷ്യം അനുഭവിച്ചുകൊണ്ട് അതിനെ തേടിക്കൊണ്ട് പോകട്ടെ. വേറെന്ത് നേടിയിട്ടുണ്ട് കാര്യം? ലോകം മുഴുവൻ നേടിയാലും ആത്മാവെന്ന് വെച്ചാൽ ആ ധനികനായ യുവാവ്, എന്താ പറയുക, പോഷനായ ധനികൻ എല്ലാം ശേഖരിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് നിന്റെ ആത്മാവ് ഞാൻ വിളിച്ചാൽ നീ ശേഖരിച്ചു വെച്ചത് കാലെടുതാകും അല്ലെ? അതാണ് സത്യം. എന്നാൽ സ്വർഗത്തിന് വേണ്ടി എന്തോരം സമ്പാദിച്ചിട്ടുണ്ട്, ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തുമാത്രം ശേഖരിച്ചിട്ടുണ്ട്. ആ നിധി കണ്ടെത്തിയവൻ, സ്വർഗനിധി കണ്ടെത്തിയ, ബാക്കിയെല്ലാം വിറ്റു എന്ന് പറയാം. ആ നിധി കണ്ടെത്തിയ ബാക്കിയെല്ലാം വിറ്റു. അവൻ ആ വയൽ വാങ്ങി. ആ എന്താ പറയുക, രക്തം, മൂല്യമായ രക്തം കണ്ടെത്തിയ ബാക്കിയെല്ലാം വിറ്റു. എന്നിട്ട് ആ രക്തം, അതാണ് ആത്മരക്ഷ, അതാണ് സ്വർഗം. അതിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്. കർത്താവെ, ജ്ഞാനം കൊണ്ടും യഥാർത്ഥമായ വെളിവും പ്രകാശം കൊണ്ടും ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും മക്കളെയും വൈദികരെയും സന്യസ്തരെയും അഭിവന്യ പിതാക്കന്മാരെയും മാർപ്പാപ്പയെയും അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, വലിയ സ്നേഹത്തോടെ, നന്ദിയോടെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കും. കർത്താവേ, എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. സ്വർഗീയമായ രഹസ്യങ്ങള്, നിത്യമായ സത്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് ആത്മരക്ഷയെ കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യം നൽകി. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമെന്നുള്ള വലിയ സത്യം അങ്ങ് ഞങ്ങളെ ബോധിപ്പിച്ചു. കർത്താവ്, ഞങ്ങൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവരല്ല. ഞങ്ങളുടെ ജീവിതം നിത്യജീവിതത്തിലേക്കുള്ള, കർത്താവെ, വലിയൊരു കടന്നുപോക്കലാണ്. മരണമില്ലാത്ത ആത്മാവും മർത്യമായ ശരീരവും കൊണ്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോകാനുള്ളതാണ്. അതിനുവേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ജീവന്റെ സമൃദ്ധി, അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യം, ഞങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചത്, അങ്ങ് ഞങ്ങളുടെ ആത്മാവിൽ നൽകുന്ന വില, കർത്താവ്, ഇതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് ഇന്ന് വെളിപ്പെടുത്തി തന്നല്ലോ. ഞങ്ങൾക്ക് ഇതെല്ലാം അറിയാം കർത്താവേ. എങ്കിലും പലപ്പോഴും അതെല്ലാം മറന്ന് നൈമിഷിക സുഖത്തിന് വേണ്ടി, ജഡിക സുഖത്തിന് വേണ്ടി, ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ആത്മരക്ഷയെ മറന്നു പോയിട്ടുണ്ട് ഈശോയെ.
മറന്നുപോയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കും. ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി പലപ്പോഴും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ശരീരത്തിന് വേണ്ടി, ലോകസുഖത്തിന് വേണ്ടി, പെട്ടെന്ന് കടന്നു പോകുന്ന ഈ ലോക നൈമിഷിക ജീവിതത്തിന് വേണ്ടി എന്തെല്ലാമാ കർത്താവെ ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അതിന്റെ പേരിൽ വാശി, വഴക്ക്, ജഡികാസക്തി, മദ്യപാനം, വ്യഭിചാരം, മ്ലേച്ഛതകള്, മൊബൈല്, ഒത്തിരി സമയം, ലഹരി, ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോ ഞങ്ങളുടെ ആത്മരക്ഷയെ ഞങ്ങൾ പാടെ മറന്നുപോയി. ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ മുമ്പില് കണ്ണീരോടെ അല്ലാതെ നിൽക്കാൻ ഞങ്ങൾക്കാകില്ല കർത്താവേ. ഇതുപോലെ ആയിട്ട് ഞങ്ങളെ ഈ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ കുരിശിൽ ഞങ്ങൾ കാണുന്നു കർത്താവേ. ഈ ദിവ്യകാരുണ്യത്തിൽ കാണുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹം നോക്കി നിന്നുകൊണ്ട് വലിയ പശ്ചാത്താപത്തോടെ, അനുതാപത്തോടെ അങ്ങിലേക്ക് തിരിച്ചു വന്ന് ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കാൻ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മരക്ഷയെ കുറിച്ചുള്ള വലിയ ചിന്തകൾ ഈ മാസം മുഴുവനിലും ഞങ്ങളിലും ഈ ലോകം മുഴുവനിലും നിറഞ്ഞു നിൽക്കട്ടെ. ആത്മരക്ഷയെ കുറിച്ച് ചിന്തിച്ചാൽ മാത്രം മതിയല്ലോ കർത്താവേ. ഞങ്ങൾ പാപം ചെയ്യില്ല, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കത്തില്ല, നിരാശപ്പെടില്ല. ഞങ്ങൾ അങ്ങയിലേക്ക് അടുക്കും, ഉദാശകൾ സ്വീകരിക്കും, വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കും. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ അതുകൊണ്ട് പ്രയോജനം. ഫ്രാൻസിസ് സേവ്യറിനെ പാടെ മാറ്റിയ വചനം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സ്വാധീനിക്കട്ടെ. ഇന്ന് ലോകം മുഴുവനെ സ്വാധീനിക്കട്ടെ. കൃത്യമായ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശ്വാസ സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ പണിതുയർത്താൻ വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിത്യതയെ കുറിച്ച് അനേകർ പ്രസംഗിക്കട്ടെ, സ്വർഗത്തെ കുറിച്ച് അനേകർ പ്രസംഗിക്കട്ടെ, നരകത്തെ കുറിച്ച് അനേക മക്കൾ പ്രസംഗിക്കട്ടെ, അന്ത്യവിധിയെ കുറിച്ച്, മരണത്തെ കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് അനേക മക്കൾ പ്രസംഗിക്കട്ടെ, അറിയട്ടെ, ധ്യാനിക്കട്ടെ, സത്യങ്ങൾ സ്വീകരിക്കട്ടെ. ആ സത്യം എല്ലാ മക്കളെയും യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമാറാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ആത്മരക്ഷ മറന്നുകൊണ്ട് ജീവിക്കുന്ന അനേക മക്കളുണ്ട്. കഠിന പാപത്തിൽ, മാരക പാപത്തിൽ, ലോകസുഖ ഭോഗത്തിൽ, ജഡിക സുഖങ്ങളിൽ പെട്ടുപോയ മക്കള്. നമ്മൾ ഒത്തിരിയേറെ മക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കുമ്പസാരയില്ല, കുർബാനയില്ല, ദൈവബന്ധമില്ല, വിശുദ്ധ ജീവിതമില്ല. പാപം ചെയ്യുന്നത് എന്തോ വലിയ കാര്യമായി കാണുന്ന ഒത്തിരിയേറെ മക്കള്, പാപം ചെയ്യുന്നതിൽ അഭിമാനിച്ച് പറയുന്ന മക്കള്, അതിനെ റീലുകളാക്കി, സിനിമകളാക്കി പ്രദർശിപ്പിക്കുന്ന മക്കള്, സ്വന്തം ജഡിക പാപം പോലും റെക്കോർഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുന്ന മക്കൾ. കർത്താവേ, നിത്യതയെ കുറിച്ചുള്ള ചിന്തയില്ലാത്ത മക്കൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ കർത്താവേ. നമ്മുടെ മക്കളെ ഒന്ന് സമർപ്പിച്ചേ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചേ. ആത്മരക്ഷ എന്ന അടിസ്ഥാന സത്യം എല്ലാ മക്കളിലും ഉണരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നമ്മെ, നമ്മുടെ മക്കളെയും, നമ്മുടെ കുടുംബത്തെയും, ലോകം മുഴുവനെയും, സഭ മുഴുവനെയും, നാനാജാതി മതസ്ഥരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട സഭയുടെ എല്ലാ മേഖലകളെയും ദൗത്യങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച ആശീർവാദം സ്വീകരിക്കാം. ധ്യാന കേന്ദ്രങ്ങളെ സമർപ്പിക്കാം, ഉടമ്പടി സ്ഥലങ്ങളെ സമർപ്പിക്കാം, നൊവേന സ്ഥലങ്ങളെ സമർപ്പിക്കാം, ദേവാലയങ്ങളെ സമർപ്പിക്കാം, ദേവാലയ പ്രസംഗങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ ഓരോ കൂദാശ പരികർമ്മങ്ങളെയും ആഘോഷങ്ങളെ സമർപ്പിക്കാം. നിത്യതയെ കണ്ടുകൊണ്ട് ആഘോഷിക്കട്ടെ, നിത്യതയെ കണ്ടുകൊണ്ട് വചനം പ്രഘോഷിക്കട്ടെ, നിത്യതയെ കണ്ടുകൊണ്ട് ആത്മീയ ശുശ്രൂഷകൾ നടത്തപ്പെടട്ടെ. വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മക്കളെ, നാം നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും അതിനാൽ തന്നെ രക്ഷപ്പെട്ടു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ
നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദിവ്യകാരണീശോയെ, ആത്മരക്ഷയെ കണ്ട് നിത്യതയെ കണ്ട് അതിനുവേണ്ടി ജീവിക്കാൻ വേണ്ട അനുഗ്രഹങ്ങളും അഭിഷേകവും ശക്തിയും ദൈവിക ജ്ഞാനവും ബുദ്ധിയുടെ പ്രകാശവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ലോകം മുഴുവനെയും പ്രത്യേകിച്ച് സഭാധികാരികളെയും വൈദികരെയും സന്യസ്തരെയും എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഈ അഭിഷേകം പ്രാപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. ആത്മരക്ഷയെ കുറിച്ചുള്ള വലിയ ചിന്ത അനേക മക്കളെ അസ്വസ്ഥതപ്പെടുത്തട്ടെ, മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ, വലിയ പ്രകാശത്തിലേക്ക് നയിക്കട്ടെ, ആ വലിയ സത്യത്തിലേക്ക് ആനയിക്കട്ടെ. മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാം.